ഒരിക്കൽ കൊച്ചിയിലെ തിരക്കേറിയ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഒരാളുടെ പോക്കറ്റ് അടിക്കപ്പെട്ടു. അക്കാലത്ത് ഇത്തരം ചെറിയ വാർത്തകൾ പോലും പ്രാദേശിക പത്രങ്ങളിൽ വരാറുണ്ടായിരുന്നു. പോലീസ് പ്രതിയെ പിടികൂടുകയും അയാളിൽ നിന്ന് പണവും ചില രേഖകളും അടങ്ങിയ ഒരു ചെറിയ ഡയറിയും കണ്ടെടുത്തു. പത്രപ്രവർത്തകനായ കെ.എം. റോയിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഈ വിവരം ലഭിക്കുന്നത്. കേവലം ഒരു സാധാരണ പോക്കറ്റടി കേസ് എന്നതിനപ്പുറം ആ പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറി പരിശോധിക്കാൻ റോയിക്ക് അവസരം ലഭിച്ചു. ഒരു കുറ്റവാളിയുടെ ഡയറിയിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്ന ആകാംക്ഷയിലായിരുന്നു അദ്ദേഹം. എന്നാൽ ആ ഡയറിയിലെ കുറിപ്പുകൾ വായിച്ച റോയ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതൊരു പക്കാ കുറ്റവാളിയുടെ ഡയറിയായിരുന്നില്ല. പകരം കടുത്ത ദാരിദ്ര്യവും രോഗിയായ അമ്മയുടെ ചികിത്സാച്ചെലവുകളും കാരണം ജീവിക്കാൻ വഴിയില്ലാതെ ഒടുവിൽ പോക്കറ്റടിയിലേക്ക് തിരിയേണ്ടി വന്ന ഒരു യുവാവിന്റെ കണ്ണീർ കഥയായിരുന്നു അതിൽ. ഓരോ ദിവസവും മോഷ്ടിക്കുന്ന പണം അയാൾ അമ്മയുടെ മരുന്നിനും സഹോദരിയുടെ പഠനത്തിനുമായി എങ്ങനെ വീതിച്ചു നൽകിയെന്ന് കൃത്യമായി അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു കുറ്റവാളിയായിരുന്നു. എന്നാൽ റോയ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഒരു പോക്കറ്റടിക്കാരന്റെ കഥയായിട്ടല്ല, മറിച്ച് ആ ഡയറിക്കുറിപ്പുകളെ മുൻനിർത്തി സമൂഹത്തിന്റെ ദയനീയമായ മറ്റൊരു മുഖം വരച്ചുകാട്ടിക്കൊണ്ടായിരുന്നു. വാർത്ത പത്രത്തിൽ വന്നതോടെ വലിയ ചലനമുണ്ടായി. സമൂഹത്തിലെ നന്മയുള്ള ചില മനുഷ്യർ ആ കുടുംബത്തെ സഹായിക്കാൻ മുന്നോട്ടുവന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ആ യുവാവിന് പിന്നീട് മാന്യമായ ഒരു ജോലി ലഭിക്കാനും ആ വാർത്ത കാരണമായി.